യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, hero Jesus, makes us into little heroes. Hero Jesus, hero Jesus, makes us into little heroes. ആപത്തിന്റെ നേരത്തെല്ലാം കുറുമ്പു ചെയ്യും നേരത്തെല്ലാം, ആപത്തിന്റെ നേരത്തെല്ലാം തുണയായി ചാരെ പറന്നിറങ്ങും. കുറുമ്പു ചെയ്യും നേരത്തോതും നൽവഴി കാട്ടും നൽവചനങ്ങൾ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. ദാ ആ കുട്ടിയെ കണ്ട, ഇന്നാളൊരു ദിവസം എന്നെ കല്ലെറിഞ്ഞവനാ. ശരിയാ, അവനെ വെറുതെ വിടരുത്. അത് മനുഷ്യക്കുട്ടിയല്ലേ, അറിയില്ലാത്തവനാ, ക്ഷമിക്കേ. നീ അതേ പറയൂ. വികൃതികളെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ കാട്ടിലുള്ളവരെ വീണ്ടും അവൻ കല്ലെറിയും. ശിക്ഷിക്കുകയല്ല, ക്ഷമിക്കുന്നതും രക്ഷിക്കുന്നതുമാണ് ബുദ്ധി. അവന്റെ ഏറുകൊള്ളുമ്പോൾ ഒന്നുകൂടി എറിയാൻ പറയണേ. വീട്ടേ ദാ അവന്റെ കയ്യിൽ എന്തോ വസ്തു ഉണ്ടല്ലോ. നമുക്ക് ഇത്തിരി മാറി നിന്ന് നോക്കാം, വാ.
എടാ ടിക്രു, എവിടുന്നാ ഫോൺ? നീ പോടി. ഇന്നലെ ക്ലാസ്സിൽ വെച്ച് ഫോൺ റിങ് ചെയ്തു. അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് അപ്പോഴാ അറിഞ്ഞത്. ഇതുവരെ നീ എന്താ അത് പറയാഞ്ഞത്? ഏതെങ്കിലും ചേട്ടന്മാരുടെ ആണെന്ന് തോന്നി. നീ എന്താ ടീച്ചറിനെ അറിയിക്കാഞ്ഞത്? പ്രിൻസിപ്പൽ അപ്പോൾ തന്നെ ഡിക്രൂസിനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയാനെ. ഫോൺ ആരുടെ ആയിരിക്കും? മോഷ്ടിച്ചതാണോ? അവന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അതിലും അപ്പുറം ചെയ്യുന്നവനാ. ഇന്ന് തന്നെ ടീച്ചറോട് പറയണം. കൂട്ടുകാരെ, ഡിക്രു ഒന്ന് നിങ്ങളെ എറിഞ്ഞോ? ഇല്ല, പക്ഷേ എന്തോ പറയാനുണ്ടല്ലോ. ഞാൻ പറയാം. അവന്റെ കയ്യിൽ ഒരു കൊച്ചു പെട്ടി കണ്ടു. പെട്ടിയോ? അത് പെട്ടിയല്ലടാ, മൊബൈൽ ഫോണാ ആനരാഞ്ചി. തക്കടു, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ റാഞ്ചി എന്ന് വിളിക്കരുതെന്ന്. വഴക്ക് പിടിച്ച എല്ലാത്തിനും പൊടി പറപ്പിച്ചോടിക്കും. ഞങ്ങളും ആ ഫോൺ കണ്ടതാ. ചോദിച്ചപ്പോൾ അവൻ പറ്റി ഒറ്റ ആട്ട്. പെണ്ണ് ബോധം കെട്ട് വീണില്ലാന്നേ ഉള്ളൂ. ആ ഫോൺ എന്തിനുള്ളതാ? ആളുകൾക്ക് ഏത് ദൂരത്തിൽ നിന്നും തമ്മിൽ സംസാരിക്കാം, ഫോട്ടോ എടുക്കാം. അവൻ കാടിന് നേരെ ഫോൺ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടു. കുട്ടികൾ ഫോൺ ഉപയോഗിക്കരുതെന്നാണ് ടീച്ചർ പറഞ്ഞത്. ആ ഫോണിന്റെ കാര്യം ടീച്ചറിനോട് പറയണം. അല്ല, ഫോൺ ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്തോ പ്രശ്നമുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എന്തോ അലട്ടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഡിക്രൂസിന് എവിടുന്നോ ഒരു മൊബൈൽ ഫോൺ കിട്ടി. ആരുടെയാണെന്ന് അറിയില്ല. ഉണ്ണീഷോ, അത് അപകടം വിളിച്ചു വരുത്തുന്നതാ. കുഞ്ഞുങ്ങൾ അത് ഉപയോഗിക്കരുത്. എന്താ അപകടം? ഫോണിൽ പലരുമായി ബന്ധം സ്ഥാപിക്കാം. അത് നല്ലതല്ലേ? ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുമല്ലോ. മക്കളെ, അവരെല്ലാം നല്ല കൂട്ടുകാരായിരിക്കില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ, പിച്ച എടുപ്പിക്കാൻ തുനിയുന്നവർ, വലിയ വില വാങ്ങി കുട്ടിയെ വിൽക്കുന്നവർ, അങ്ങനെയുള്ളവർ നിങ്ങളെ ഫോണിൽ വിളിക്കാൻ സാധ്യതയുണ്ട്. ദൈവമേ, കേട്ടിട്ട് തല കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഡിക്രൂസിനും ആപത്തുണ്ടാവില്ലേ? ഡിക്രു എടുത്ത ചാട്ടക്കാരനാ. അവൻ ആപത്തിൽ ചാടരുത്. പ്ലീസ് മാലാകെ, അവനെ രക്ഷിക്കണം. സാർ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ ഇവന്റെ പോക്കറ്റിലുള്ള ഫോൺ ശബ്ദിച്ചു. ഉടനെ പിടികൂടി ഇവിടെ കൊണ്ടുവന്നതാ. കൂട്ടുകാർ പറയുന്നത് 2 ദിവസമായി ഇവനിത് കൊണ്ടു നടക്കുകയാണെന്നാ. ശരിയാണോ ഡിക്രൂസ്? അതെ. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ശരി, നീ വഴിയിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഇവിടെ ഏൽപ്പിക്കാത്തത് എന്തുകൊണ്ടാ? നീ എന്താ ഒളിക്കുന്നത്? സ്കൂൾ ഗ്രൗണ്ടിന്നോ ക്ലാസ്സിന്നോ കിട്ടുന്നതല്ലേ സാറിനെ ഏൽപ്പിക്കേണ്ടത്. നീ കൊള്ളാമല്ലോടാ വിരുദ. അന്യരുടെ ഒരു വസ്തുവും നമ്മുടെ സ്വന്തമല്ല. അതിന്റെ ഉടമസ്ഥനെ തേടി പിടിച്ചു കൊടുക്കുകയാ മാതൃക വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഉടമസ്ഥൻ ആരെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ല, അതുകൊണ്ടാ ഓഫീസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞത്. ഇവൻ ഫോണിലൂടെ ആരെങ്കിലും വിളിച്ചോ എന്ന് പരിശോധിക്കണം സാർ. ഞാൻ ആരെയും വിളിച്ചില്ല. നിന്നെ കുടുക്കിലാക്കാൻ ആരെങ്കിലും വിളിച്ചോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഏതായാലും
ഈ ഫോണിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചിട്ട് നീ ഇനി ക്ലാസ്സിൽ കയറിയാ മതി. ഡിക്രൂനെ കൈയോടെ പിടിച്ചിട്ടും ഫോണിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചില്ലല്ലോ. അവന് മൊബൈൽ കിട്ടിയടുത്ത് പരിശോധിച്ചാൽ ഉടമസ്ഥനെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടില്ലേ? ഈ കേസ് അന്വേഷണത്തിന് തക്കിടോനെ നിയമിക്കാം. ഇവൻ ഷെർലോക്ക് ഹോംസിന്റെ പുറം സംസാരിക്കുന്നുണ്ടല്ലോ. അതാരാ ഷെർലോക്ക്? വകയിലുള്ള വല്ല അപ്പാപ്പനാവും. അപ്പാപ്പൻ പോലും. കുറ്റാന്വേഷണങ്ങൾ തെളിയിക്കുന്ന ഒരു ബുദ്ധിമാനാ അദ്ദേഹം. വല്ലപ്പോഴും പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകം വായിക്കാൻ ഞങ്ങളില്ല. എന്നിട്ട് വേണം പരീക്ഷ എഴുതിച്ചിട്ട് നിങ്ങളെപ്പോലെ മുട്ടയിടാൻ. എന്തായാലും ഡിക്രൂസും ഫോണും സ്കൂളിൽ മുഴുവൻ പാട്ടായി. ഈ അവസരത്തിൽ ഫോണിന്റെ ഉടമയെ കണ്ടെത്താൻ ഒരാൾക്കേ കഴിയൂ. ആർക്കാ? പ്രിൻസിപ്പാളിനല്ലേ? അദ്ദേഹം എത്ര ഉറക്കം കഴിഞ്ഞിട്ടും കണ്ടെത്തിയില്ലാന്ന് അറിഞ്ഞത്. ബെറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ. മാലാഖ വിചാരിച്ചാൽ കാര്യം നടക്കും. ഞാനൊന്നും അന്വേഷിച്ചില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നോടൊപ്പം വാ, ഫോണിന്റെ ഉടമസ്ഥനെ കാണിച്ചു തരാം. ആരുടെയാ ഫോൺ? നിങ്ങൾ എങ്ങോട്ടാ? ഇവിടെ നിൽക്ക്. വഴിയിൽ വെച്ച് ഡിക്രൂസിനെ എങ്ങാനും കണ്ടാൽ നിങ്ങളുടെ പൊടി പോലും കാണില്ല. അയ്യോ, ഞങ്ങളില്ലേ. കുട്ടികളെ, ദാ 7-ാം നമ്പർ റൂം. കതകിൽ മുട്ടി അകത്തേക്ക് കിടക്ക്. അവിടെ ഫോണിന്റെ ഉടമയുണ്ട്. ചെന്ന് സംസാരിക്ക്. അയ്യോ, മാലാഖ കൂടി വാ. അത് വേണ്ട, ഞാൻ പുറത്തു നിൽക്കാം. അല്ല, ഫോൺ കൂട്ടുകാരന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അവനെവിടെ? അവൻ വന്നില്ല. ഇതുവരെ ചേട്ടന്റെ പേര് പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചില്ലല്ലോ. കിളിക്കാൻ പട്ടികളെ പോലെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ. എന്റെ പേര് ജോസ്. ആയിരിക്കുന്നത് എന്റെ അപ്പൻ. ചേട്ടൻ എന്തു പറ്റിയതാ? എന്റെ ബൈക്ക് മരത്തിലിടിച്ചു. എങ്ങനെ? പെട്ടെന്ന് എന്റെ പ്രഷർ കുറഞ്ഞു. നന്നായിട്ട് തലചുറ്റി. ജോസേട്ടന്റെ പരിക്ക് ഗുരുതരമായിരുന്നോ? അതെ, ഇവിടെ എത്തുമ്പോൾ ബോധമില്ലായിരുന്നു. ഒരു ദിവസം ഐസിയുവിൽ കിടന്നു. കഴിഞ്ഞ ദിവസം രാത്രി എന്റെ തലയ്ക്ക് മീതെ ഏതോ ഒരു പ്രകാശം വലയം ചെയ്തുകൊണ്ടിരുന്നു. ഉണ്ണീഷോ, അത് മാലാഖയുടെ അനുഗ്രഹം തന്നെയാ. ആര്? മാലാഖയോ? അതെ, ഗുരുതരമായി പരിക്കേറ്റ ജോസേട്ടന് ഇത്ര വേഗം എങ്ങനെ സുഖം കിട്ടി? അത് മാലാഖയുടെ ബ്ലെസ്സിംഗ് തന്നെയാ. ഇവിടെയാകെ എന്തൊരു സുഗന്ധമാണ്. പരിമളക്കുപ്പിയുമായിട്ടാണോ ആശുപത്രിയിൽ വന്നത്? ഹേയ്, എന്റെ കയ്യിൽ പരിമളക്കുപ്പിയൊന്നുമില്ല. നീ അവിടെ കിടക്ക്. പൂർണ്ണ ആരോഗ്യം കിട്ടിയിട്ട് എഴുന്നേറ്റാൽ മതി. തലയ്ക്കോ കൈക്കോ ഇപ്പോ ഒട്ടും വേദനയില്ല. മാലാഖയുടെ ബ്ലെസ്സിംഗ് തന്നെയാ. അതാ എഴുന്നേറ്റത്. ഉണ്ണീഷോ, ജോസേട്ടൻ വേഗം സുഖം പ്രാപിക്കട്ടെ. ആ ഫോൺ എത്രയും വേഗം ഇവിടെ എത്തിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞങ്ങൾ പോയി വരട്ടെ. മേ ഐ കം ഇൻ? യെസ്. ഒരു പ്രധാന വിവരം പറയാനുണ്ട്. എന്താ ടീച്ചർ? ബൈക്ക് അപകടം പിടഞ്ഞ ഒരാൾ ടൗൺ ഹോസ്പിറ്റലിലുണ്ട്. 2 ദിവസം മുമ്പ് നടന്ന അപകടമാ. എന്റെ അയൽവാസിയായ ജോസാണത്. അവന്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഫോൺ ഇത് തന്നെയാണോ? എനിക്കറിയില്ല. ഇന്ന് കാലത്തെ അറിഞ്ഞ വിവരമാ ഇത്. അയൽവാസിക്ക് അപകടമുണ്ടായിട്ട് ടീച്ചർ ഇന്നാണോ അറിഞ്ഞത്? എന്റെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരെയാ ജോസിന്റെ താമസം. എന്റെ മോൻ പറഞ്ഞ അപകടത്തെക്കുറിച്ച് അറിഞ്ഞത്. സമൂഹവുമായി
നമുക്കെല്ലാം ഒരു അടുപ്പമുണ്ടാവണം. ആ, നമുക്കതല്ലല്ലോ വിഷയം. ടൗൺ ഹോസ്പിറ്റലിൽ വിളിച്ച് മൊബൈൽ ഫോൺ ജോസിന്റെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതൊരു നല്ല മാർഗമാ. സാർ തന്നെ ഒന്ന് വിളിക്ക്. ഇപ്പോൾ തന്നെ വിളിച്ചു നോക്കാം. എടാ ഡിക്രു, ആ മൊബൈൽ എവിടെ? അറിഞ്ഞിട്ട് എന്ത് വേണം? ഞങ്ങളുടെ അടുത്ത് നിന്റെ കോമാളിത്തരം ഒന്നും വേണ്ട. സത്യം പറയടാ. ആ ഫോണിന്റെ ഉടമസ്ഥനെ ഞങ്ങൾക്കറിയാം. അയാൾ വന്ന് തൂക്കിയെടുത്ത് നിന്നെ ഇടിച്ചു മേടിക്കും. എവിടെയാ ഫോൺ? അത് ഫോൺ വിറ്റ് മട്ടൻ അടിച്ചോ? അത് പ്രിൻസിപ്പാളുടെ കയ്യിലാ. ക്ലാസ്സിൽ വെച്ച് ഫോൺ റിങ് ചെയ്തപ്പോൾ ടീച്ചർ നിന്നെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടതല്ലേ. പക്ഷെ ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും ഓഫീസിൽ എന്താ നടന്നതെന്ന് നീ പറഞ്ഞോടാ. നിന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ആ കാറിൽ പടക്കം കത്തിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാ സ്പീഡാ! എടാ ഡിക്രു, നിന്നെ ഇന്ന് തന്നെ പ്രിൻസിപ്പാളുടെ അടുത്ത് ഏൽപ്പിക്കും. നിങ്ങൾ എങ്ങനെയാ ഫോണിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചത്? അതറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. നീ ബലം പിടിച്ച് നിൽക്കാതെ ശ്വാസം വിടറാ മോനെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വഴിക്ക് വാ. എടാ മണ്ടച്ചാരെ, കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിനക്കറിയുമോ? ഇത് ഉപയോഗിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ലേ? ഞങ്ങൾക്കെല്ലാം ഫോൺ ഉപയോഗിക്കാൻ അറിയാം. പപ്പയും മമ്മിയും അങ്കിളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കാ ഫോൺ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫോൺ കിട്ടിയിട്ട് എന്ത് കുന്തം വിഴുങ്ങാനാ? വെറുതെ വഴിയിൽ നിന്ന് കിട്ടി. കുട്ടികൾ ഫോൺ കൈകാര്യം ചെയ്താൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇളം തലച്ചോറിന്റെ നരമ്പുകൾക്ക് ക്ഷീണമുണ്ടാകും. പലരും കുട്ടികളെ ഫോണിൽ വിളിച്ചു വരുത്തി മയക്കുമരുന്നുകളും മറ്റും വിൽക്കാനോ കൊണ്ടുകൊടുക്കാനോ പ്രേരിപ്പിക്കും. പകരം മിഠായോ മറ്റോ തന്ന് സന്തോഷിപ്പിക്കും. പോലീസ് പിടികൂടുന്നത് നമ്മളെ ആയിരിക്കും. കിട്ടുവിനെ പേടിപ്പിക്കുകയാണോ? അല്ല ഡിക്രു, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ. നീ നശിച്ചു പോന്നത് ഞങ്ങൾക്ക് സഹിക്കുമോ? ഞങ്ങളുടെ രക്ഷിതാക്കളും ഫോണിന്റെ ചീത്ത ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. കേട്ടപ്പോൾ ഫോൺ നമുക്ക് പറ്റുന്നതല്ല എന്ന് മനസ്സിലായി. എനിക്ക് തെറ്റ് പറ്റിയതാ. പക്ഷേ കിട്ടു, നിങ്ങൾ എങ്ങനെയാ ഫോണിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചത്? സ്കൂളിൽ എത്താറായി, എന്നാലും പറയാം, വാ. അപകടം സംഭവിച്ച ജോസിന്റെ തന്നെയാണ് ഫോൺ. സാർ, ജോസുമായി സംസാരിച്ചോ? ജോസ് ആണ് വിവരങ്ങളൊക്കെ സംസാരിച്ചത്. അയാൾക്ക് പൂർണ്ണ സുഖം കിട്ടി. നമ്മുടെ സ്കൂളിലെ ചില കുട്ടികൾ അവിടെ പോയി ജോസിനെ കണ്ടെന്നും പറഞ്ഞു. നമ്മുടെ കുട്ടികളോ? അതാരൊക്കെയാവും? അന്വേഷിക്കണം സാറേ. ഫോൺ ആ ജോസിനെ ഏൽപ്പിക്കണ്ടേ? ജോസിന് ഡിക്രൂസിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവൻ തന്നെ ജോസിന് ഫോൺ കൊടുക്കട്ടെ. അവനത് കൊടുക്കുമോ? നമ്മളെ കബളിപ്പിച്ചാലോ? ഡിക്രൂസിനെ ഇങ്ങോട്ട് വിളിക്കാം. അവനെ ഞാൻ കൊണ്ടുവരാം സാർ. നീ വിഷമിക്കേണ്ട, ദൈവമായെല്ലാം തെളിയിച്ചത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റു ചെയ്തു. ഛേ, കരയാതെ. ഫോണിന്റെ ദൂഷ്യവശങ്ങൾ നിനക്കറിയില്ല. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്കെല്ലാം മനസ്സിലായി. കൂട്ടുകാർ പറഞ്ഞു തന്നു. ഉടമസ്ഥനെ അവര് കണ്ടെത്തി. ആ കൂട്ടുകാർ ആരാ? കിട്ടു, തക്കുടു, ബെറ്റി, പൊന്നു. അവരെങ്ങനെ കണ്ടുപിടിച്ചു? മിഖായൽ മാലാഖ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മാലാഖ കൂട്ടുകാരെ ജോസേട്ടന്റെ അരികെ എത്തിച്ചു. നമുക്കും മാലാഖയെ കാണാൻ കഴിയുമോ? ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അത്യുന്നതങ്ങളിൽ അങ്ങേക്ക് സ്തുതി. നമുക്കും മാലാഖയെ കാണാം. ഇപ്പോഴല്ല, നല്ലതു മാത്രം ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും മാലാഖ നമ്മോടൊപ്പം ഉണ്ടാകും. ആട്ടെ, നിന്റെ കൂട്ടുകാരെവിടെ? അവർ ക്ലാസ്സിലാ. ഞാൻ അവരെ കൊണ്ടുവരാം സാർ.
തെറ്റ് ബോധ്യമായ സ്ഥിതിക്ക് ഈ മൊബൈൽ ഫോൺ ഡിക്രൂസ് തന്നെ ജോസിന് കൊടുക്കട്ടെ. ഞങ്ങളിത് ഡിക്രൂസിനോട് പറഞ്ഞു സാർ. ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ ചെന്ന് ഫോൺ കൊടുക്കാം. നിങ്ങൾക്ക് മാലാഖയാണ് എല്ലാം കാട്ടിത്തന്നതെന്ന് ഡിക്രൂസ് പറഞ്ഞു. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയല്ല. ഞങ്ങളുടെ കൂടെ സാറും ടീച്ചറും വരുവോ? ചിലപ്പം എന്താ പകുതിക്ക് നിർത്തിയത്? ചിലപ്പോ മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടാലോ? എന്റെ ഈശോയെ, ഞാൻ ഇപ്പോഴേ പോവാ ജോസിനെ കാണാൻ.